കോൺഗ്രസ് ഒരു ദീർഘകാല യാത്രയിലായിരുന്നു. ആ യാത്രയുടെ ഏകദേശം ഒരു പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ പര്യവസാനത്തിൽ ഒരു തുള്ളി രക്തം ചിന്താതെ, ഒരാളെ കൊല്ലാതെ, ഏതെങ്കിലും ഒരു ചോരയ്ക്ക് വില പറയാതെ, ഏതെങ്കിലും ഒരു കലാപമുണ്ടാക്കാതെ, ആരെങ്കിലും കുതികാൽ വെട്ടാതെ സ്നേഹത്തിൻ്റെ ഒരു ജാഥയായിരുന്നു. ആ ജാഥ വിജയിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയോട് ഒപ്പം ചേർന്നു. ആ ഒപ്പം ചേർന്ന ജനങ്ങളുടെ വിശ്വാസത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് സാധ്യമായ രീതിയിലെല്ലാം ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് കോൺഗ്രസ് നീങ്ങും. കോൺഗ്രസ് ഒറ്റയ്ക്കല്ല, കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് ഒറ്റ മനസ്സായി പോരടിയ ഒരേപോലെ ഒരു ഈഗോ ക്ലേശമില്ലാതെ ഒരു മനസ്സായി ഒരു ജയത്തിനു വേണ്ടി പോരാടിയ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുമായി ആലോചിച്ച് മുന്നോട്ട് പോകും. അഹന്തയുടെ ഭാഷയ്ക്കുള്ള മറുപടിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ഒരു പരിപാടി, BJP-യുടെ സംഘടനാ സംവിധാനത്തിൽ നമ്മൾ ഒരിക്കൽ പോലും കേൾക്കാത്ത ഗ്യാരണ്ടി, ഒരു വ്യക്തിക്ക് ഗ്യാരണ്ടി കൊടുക്കാനുള്ള അവകാശം കൊടുത്ത് ആ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. അദ്ദേഹം മത്സരിച്ച വാരാണസിയിൽ കഴിഞ്ഞ തവണ 4,80,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ച വാരാണസിയിൽ ഇത്തവണ 1,50,000 വോട്ടിന് കടന്നുകൂടുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഒട്ടനവധി മന്ത്രിമാർ പരാജയപ്പെട്ടു. BJP-യുടെ കോട്ടക്കൊത്തളം എന്ന് അവകാശപ്പെട്ട ഡബിൾ എഞ്ചിൻ മെഷീൻ എന്ന് പറഞ്ഞ ബുൾഡോസർ ബാബ എന്ന് അഹങ്കരിച്ച ഉത്തർപ്രദേശ് മുതൽ മഹാരാഷ്ട്ര മുതൽ എല്ലായിടത്തും തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് BJP-യെ മൂലക്കിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്. ആ ജനങ്ങളുടെ വിശ്വാസത്തിനെ സംരക്ഷിക്കുക തന്നെയാണ് എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കും, പക്ഷേ അക്കത്തിൽ ശരിയല്ല. കാരണം തൃശ്ശൂരിൽ കെ മുരളീധരന്റെ രക്തം ചിന്തി. ഒരിക്കലുമില്ല. കേരളത്തിൻ്റെ നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ 20 സീറ്റുള്ള കേരളത്തിൽ ഒരു സീറ്റ് സുരേഷ് ഗോപി ജയിച്ചു. അത് സുരേഷ് ഗോപിയുടെ ജയമാണ്. ആ ജയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അവിടെ കെ മുരളീധരൻ എന്ന വ്യക്തിക്കല്ല. അവിടെ ഒരു സംഘടനാപരമായി നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട്, അത് പരിശോധിക്കും. വലിയൊരു വിജയത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ചെറിയ പരാജയത്തിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ശരിയല്ല. അതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. സ്വാഭാവികമാണ്. 20 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ മത്സരത്തിന് പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ 18 സീറ്റുകൾ ഉണ്ടായിരുന്നു. കോട്ടയവും ആലപ്പുഴയും ഒഴിച്ച് 18 സീറ്റുകൾ ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ആലത്തൂരും തൃശ്ശൂരും ഒഴിച്ച് 18 സീറ്റുകൾ ഇപ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ ഭദ്രമാണ്. ഞങ്ങൾക്ക് സാങ്കേതികമായി ഞങ്ങൾക്ക് സീറ്റ് നഷ്ടം ഉണ്ടായിട്ടില്ല. കോൺഗ്രസിനൊരു സീറ്റ് കുറഞ്ഞു എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് പോകും. തമിഴ്നാട്ടിൽ മുഴുവൻ സീറ്റും കിട്ടിയിട്ടുണ്ട്. കർണാടകയിൽ 10 സീറ്റ് എന്ന മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. തെലങ്കാനയിൽ 8 സീറ്റ് എന്ന മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ കാലങ്ങൾക്ക് ശേഷം അശോക് ചവാൻ വരെ പിറകിൽ നിന്ന് കുത്തി കടന്നുപോയി. EDയും നേരത്തെ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ED, സർക്കാർ ഏജൻസികൾ, കോൺഗ്രസിന്റെ അക്കൗണ്ട് പൊട്ടിച്ച്, ഇന്റലിജൻസ് എന്ന് തുടങ്ങി സർവമാന സംവിധാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ആക്രമിച്ചപ്പോൾ അതിൽ നിന്ന് ജയിച്ചു കയറിയ ഒരു കോൺഗ്രസിനെ അഭിനന്ദിക്കാനല്ലേ നമ്മൾ സമയം കണ്ടെത്തുന്നത്. 19-1 നിങ്ങളുടെ സ്റ്റാറ്റസ്, അത് 18 ചുരുങ്ങുന്നു. 1, 2 BJP, അത് UDF-നും അതെ LDF-നും അതെ വലിയ ആഘാതമാണ്. BJP ആണ് ആ സീറ്റ് കൊണ്ടുപോയത്. ഞാൻ നോക്കൂ, TN പ്രതാപൻ 4,15,081 വോട്ടുകൾ TN പ്രതാപൻ 2019 നേടി UDF സ്ഥാനാർത്ഥി. അതിപ്പോൾ കെ മുരളീധരനായപ്പോൾ 3,28,124 ചുരുങ്ങി. അതായത് ഏതാണ്ട് 1,00,000-അടുത്ത് വോട്ടിന്റെ കുറവ് കോൺഗ്രസിന് എങ്ങനെ സംഭവിച്ചു? LDF അവരുടെ വോട്ട് ഷെയർ കൂട്ടുകയാണ് ചെയ്തത്. കാരണം 3,21,000-ൽ നിന്ന് 3,37,000 തോറ്റു എങ്കിൽ പോലും. പക്ഷെ കോൺഗ്രസ് 1,00,000-അടുപ്പിച്ച് വോട്ട് കുറഞ്ഞു. അതെങ്ങനെയാണ് നിതേഷ്? കോൺഗ്രസ് സാങ്കേതികമായി ഞാൻ പറയാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും 2014 CPM-ന് കിട്ടിയ വോട്ടുകളും 2024 കിട്ടിയ വോട്ടുകളും നിങ്ങളൊന്ന് കമ്പയർ ചെയ്യും. കഴിഞ്ഞ തവണ 2014 CPM-ന്റെ LDF-ന്റെ കൈവശമുണ്ടായിരുന്ന വോട്ടുകളാണ് നേരത്തെ നഷ്ടപ്പെട്ടത്. ആ ബെനിഫിറ്റ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഇത്തവണ ഞങ്ങൾക്ക് പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പഠിക്കും, അത് ഞങ്ങൾ തിരുത്തും. അതിനപ്പുറത്ത് ഞങ്ങൾ എന്ത് പറയാനാണ്? ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ വിജയത്തിലേക്ക്, ഇന്ത്യ രാജ്യത്തുടനീളം നിന്നുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇനി കെ മുരളീധരൻ ബാക്കി പറഞ്ഞോളും. തുടർന്നുള്ള മണിക്കൂറുകളിൽ നമുക്ക് കാണാം, കേൾക്കാം. നിജേഷ്, ഞാൻ തിരിച്ചെത്താം.